നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലെ 140 മണ്ഡലങ്ങളിലൂടെ ABC ന്യൂസ് സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ തൊട്ടു മുമ്പുള്ള 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഏറ്റവും ഒടുവിൽ നടന്ന 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ, ഏറ്റവും അവസാനം നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകൾ, ഈ തെരഞ്ഞെടുപ്പുകൾ വിശകലനം ചെയ്തുകൊണ്ട് ഓരോ മണ്ഡലത്തിലെയും വിജയ പരാജയ സാധ്യതകൾ പ്രേക്ഷകർക്ക് പറയാനുള്ള അതിനാവശ്യമായ പര്യാപ്തമായ വിശകലനങ്ങൾ ഞങ്ങൾ അവതരിപ്പിക്കും. അത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആർക്കാണ് ജയസാധ്യത എന്ന് പറയാനുള്ള അവസരം ഞങ്ങൾ പ്രേക്ഷകർക്ക് ഒരുക്കുകയാണ്. 140 മണ്ഡലങ്ങളുടെയും വിജയസാധ്യത ഏത് മുന്നണിക്കാണ് എന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് പ്രവചിക്കാം. തീർച്ചയായിട്ടും ഈ യാത്ര ആരംഭിക്കുന്നത് അത്യുത്തര കേരളത്തിലെ മഞ്ചേശ്വരത്തിൽ നിന്നാണ്. അതെ, ശരിക്കും പറഞ്ഞാൽ സപ്തഭാഷ സംഗമഭൂമി എന്നാണ് കാസർഗോഡ് ജില്ല അറിയപ്പെടുന്നത്. ഈ കാസർഗോഡ് ജില്ലയിലെ ഒരു മണ്ഡലമാണ് ഈ പറയുന്ന മഞ്ചേശ്വരം. ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് പ്രചരണ ജാഥകളെല്ലാം തന്നെ ആരംഭിക്കുന്നത് മഞ്ചേശ്വരമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം തന്നെ ആ സ്ഥലം വളരെ സുപരിചിതമായിരിക്കില്ലേ സർ? അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കാനുണ്ട്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്ന് ആണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ആദ്യ വിജയി അവിടെ നിന്നാണ്. 57 അത് 57 ആദ്യ വിജയി അവിടെ നിന്നാണ്. ഉമേഷ് റാവു, സ്വതന്ത്രനായി മത്സരിച്ച ഉമേഷ് റാവു. അദ്ദേഹം തൻ്റെ എതിരാളികൾ 3 പേരും പത്രിക പിൻവലിച്ചതോടെയാണ് അദ്ദേഹം ഫലപ്രഖ്യാപനത്തിന് മുമ്പ് വിജയിയായത്. മത്സരമില്ലാതെ തന്നെ അങ്ങനെ ഒരു അപൂർവമായ റെക്കോർഡ് അദ്ദേഹത്തിന് സിദ്ധിച്ചു. നമ്മുടെ പ്രേക്ഷകർക്ക് തന്നെ അതൊരു പുതിയ വിവരമായിരിക്കും. തീർച്ചയായിട്ടും കൗതുകമുള്ള വിവരമാണത്. ഇനി നമുക്ക് ഈ ആഴത്തിലുള്ള വിശകലനം തുടങ്ങുന്നത് 2019-ലെയും 2024-ലെയും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ കണക്കുകളും ശതമാനങ്ങളും വെച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ 2019-ലും 2024-ലും കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനാണ് അവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. സ്വാഭാവികം നമുക്കറിയാം, തെക്കൻ ജില്ലക്കാരനായ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് വന്നിരുന്ന് മത്സരിക്കുകയാണ്. കോൺഗ്രസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും ഒക്കെ തന്നെ വലിയ അടിത്തറ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ രാജ്മോഹൻ ഉണ്ണിത്താൻ അവിടേക്ക് മത്സരിക്കാനെത്തിയത്. 2019 തെരഞ്ഞെടുപ്പിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലം മാത്രം എടുത്താൽ UDF അന്ന് 68,217 വോട്ട് കരസ്ഥമാക്കി എന്ന് പറഞ്ഞാൽ 42.4% വോട്ട്. എതിർ സ്ഥാനാർത്ഥിയായിട്ട് അന്ന് മത്സരിച്ചത് KP സതീഷ് ചന്ദ്രൻ, അതായത് VSന്റെ വിശ്വസ്തൻ എന്നറിയപ്പെട്ടിരുന്ന സതീഷ് ചന്ദ്രൻ. അന്ന് സതീഷ് ചന്ദ്രന് ഈ 32,796 വോട്ടാണ് കിട്ടിയത് എന്ന് പറഞ്ഞാൽ 20.4% വോട്ട്. BJP സ്ഥാനാർത്ഥിയായിട്ട് ഇറക്കിയത് അവിടുത്തെ രവീഷ് തന്ത്രി എന്ന് പറയുന്ന ഒരു നേതാവിനെയാണ്. അദ്ദേഹം അവിടെ ഈ താന്ത്രിക കാര്യങ്ങളിലൊക്കെ തന്നെ വലിയ അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ BJP രംഗത്തിറക്കി. അന്ന് NDAക്ക് 57,104 വോട്ടാണ് ലഭിച്ചത്. കൃത്യമായിട്ട് പറഞ്ഞാൽ 35.5%. 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും കൂടുതൽ ശക്തരായിട്ട് 3 മുന്നണികൾ മാറി എന്ന് പറഞ്ഞാൽ 2024 തെരഞ്ഞെടുപ്പിൽ വീണ്ടും സിറ്റിംഗ് MP ആയിട്ടുള്ള രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിക്കാൻ ഇറങ്ങുന്നു. 74,437 വോട്ട് നേടി എന്ന് പറഞ്ഞാൽ 45.6%. മുൻപ് ലഭിച്ചതിനേക്കാൾ വോട്ടിൽ വർധന ഉണ്ടായി. ഈ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വന്നത് MV ബാലകൃഷ്ണനായിരുന്നു. അദ്ദേഹത്തിന് ലഭിച്ചത് 30,156 വോട്ട് എന്ന് പറഞ്ഞാൽ 18.5% വോട്ടാണ് ലഭിച്ചത്. മുമ്പ് 20% ലഭിച്ചതിൽ നിന്നാണ് കുറവ് രേഖപ്പെടുത്തിയത്. BJP ഇത്തവണ അവിടെ വനിതാ സ്ഥാനാർത്ഥിയെ രംഗത്തിറക്കിയത് അശ്വിനിയായിരുന്നു. അശ്വിനി അവിടെ നേടിയത് 57,179 വോട്ട് എന്ന് പറഞ്ഞാൽ 35%. മുൻപ് രവീശ തന്ത്രി നേടിയതിനേക്കാൾ 0.5% കുറവാണ് രേഖപ്പെടുത്തിയത്. എന്തായാലും 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തുടർച്ചയായിട്ട് രാജ്മോഹൻ ഉണ്ണിത്താന് വിജയിക്കാൻ സാധിച്ചു. അദ്ദേഹം MP ആയിട്ട് ഡൽഹിയിലേക്ക് പോയി. കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയ നേട്ടവുമാണ്, അല്ലേ? സാർ, ഇതിനകത്ത് നമ്മൾ ഒരു കാര്യം നോക്കുകയാണെന്ന് വെച്ചാൽ ഈ 5 നിയമസഭാ മണ്ഡലങ്ങളിലും നല്ല വേരോട്ടമുള്ളതാണ് ലീഗിനും CPM-നും. അപ്പോൾ ആ 3-2 ആയിരുന്നു ഈ ക്രമത്തിലാണ് അവർ ഈ സീറ്റുകൾ കരസ്ഥമാക്കിയത്. അപ്പോൾ അതിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഈ 16-ലും 21-ലും വന്നിട്ടില്ല എന്നാണ് കാണുന്നത്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് BJPക്ക് വലിയ സ്വാധീനമുള്ളത് മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ്. അപ്പോൾ ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരുമ്പോൾ വലിയ വ്യത്യാസം ഈ പെർസെൻറ്റേജിൽ കാണുന്നുണ്ട്. ആ വ്യത്യാസം അത് മഞ്ചേശ്വരത്തിലേക്ക് എത്തുമ്പോൾ വളരെ ചുരുങ്ങുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അടുത്തായി നമുക്ക് ഈ 16-ലെയും 21-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉള്ള പെർഫോമൻസ് ഓരോ പാർട്ടിയുടെയും നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭീമമായ മാർജിൻ മഞ്ചേശ്വരം മണ്ഡലം എടുക്കുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ല.
നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 മത്സരിച്ചത് PB അബ്ദുൾ റസാഖ് ആയിരുന്നു. പരേതനായ PB അബ്ദുൾ റസാഖ് മുസ്ലിം ലീഗിന്റെ നേതാവ്. അദ്ദേഹം ഇടക്കാലത്ത് മരണപ്പെട്ടു. അതിനുശേഷം ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്നു. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാവ് AKM അഷ്റഫാണ്. ഈ രണ്ടുപേരുടെയും പ്രത്യേകത, രണ്ടുപേരും മുസ്ലിം ലീഗിന്റെ നേതാക്കളാണ്. പക്ഷേ 5 കൊല്ലം കൊണ്ട് ആ മണ്ഡലത്തിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമുണ്ട്. ആ മണ്ഡലത്തിൽ 3 മുന്നണികളും ഈ നെക്ക് ആൻഡ് നെക്ക് ഒപ്പത്തിനൊപ്പം എത്തുന്ന ഒരു അവസ്ഥ കണ്ടു എന്നതാണ് കാണാവുന്ന ഒരു കാര്യം. പ്രധാനപ്പെട്ട വ്യത്യാസം വോട്ടർമാരുടെ ഉണ്ടായ വ്യത്യാസമാണ്. ഈ 2016 തെരഞ്ഞെടുപ്പിൽ അവിടെ 2,08,165 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഈ 5 കൊല്ലം കൊണ്ട് 13,000 വോട്ടർമാരുടെ വർധനയുണ്ടായി. 2,21,711 വോട്ടർമാരുണ്ടായി. മാത്രമല്ല പോളിംഗ് ശതമാനത്തിൽ 1% വർധനവുണ്ടായി. അപ്പോൾ മൊത്തം വോട്ടിങ്ങിന്റെ വ്യത്യാസം PB അബ്ദുൾ റസാഖിന് 2016 കിട്ടിയിരുന്നത് 1,58,884 വോട്ടായിരുന്നെങ്കിൽ പോളിംഗിൽ 1% വർധനവോട് കൂടിയപ്പോൾ 14,000 വോട്ട് കൂടി. AKM അഷ്റഫിന് 2021 1,72,426 വോട്ട് കിട്ടി. ഇതിൻ്റെ ഒരു വ്യത്യാസം, പ്രധാനപ്പെട്ട കാര്യം, ഈ UDF സ്ഥാനാർത്ഥിക്ക് 35.79% വോട്ടാണ് 2016 കിട്ടിയതെങ്കിൽ 2021 അത് 38 എന്ന് വെച്ചാൽ 3% വോട്ട് കൂടുതൽ കിട്ടി. പോൾ ചെയ്ത വോട്ടിൻ്റെ 3% കൂടുതൽ കിട്ടി. 38.14% കിട്ടി. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിനകത്ത് അത്ഭുതകരമായൊരു കാര്യം എന്ന് പറയാം, തൊട്ടടുത്തുള്ള എതിർ സ്ഥാനാർത്ഥി എന്നത് LDF അല്ലാതായിത്തീരുന്നു. LDF 3ാം സ്ഥാനത്തേക്ക് മാറുന്നു. ഈ കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 CH കുഞ്ഞമ്പു ആയിരുന്നു, CPM-ന്റെ നേതാവ് CH കുഞ്ഞമ്പു ആയിരുന്നു CPM-ന് വേണ്ടി മത്സരിച്ചത്, ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചത്. അത് ഈ 2021 തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ നേതാവ് VV രമേശനായിരുന്നു മത്സരിച്ചത്. CPM ഉത്തര മലബാറിൽ ഒട്ടും മോശമുള്ള കക്ഷിയല്ല. പക്ഷെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ അവർ 3ാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. CPM-ന്റെ നേതാക്കൾ 2 തെരഞ്ഞെടുപ്പിൽ പ്രബലരായ, വടക്കേ മലബാറിലെ 2 പ്രബലരായ നേതാക്കൾ മത്സരിച്ചിട്ടും അവരുടെ വോട്ടുകൾ കുറവാണ് ഉണ്ടായത്. CPM-ന്റെ നേതാവ് CH കുഞ്ഞമ്പുവിന് 42,565 വോട്ട് 2016 കിട്ടി. പക്ഷേ 2021 അവർക്ക് കിട്ടിയ വോട്ട്, രമേശിന് കിട്ടിയ വോട്ട് 40,639 ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ 2000 വോട്ട് ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്കിൽ നിന്ന് കൃത്യമായിട്ട് പോയി. അതേ സമയത്ത് BJP നേതാവ് K സുരേന്ദ്രനാണ് ഈ 2 തെരഞ്ഞെടുപ്പിലും മത്സരിക്കുന്നത്. സുരേന്ദ്രൻ 2ാം സ്ഥാനത്ത് വന്നു എന്ന് മാത്രമല്ല, ജയത്തിന്റെ വക്കത്ത് വരെ എത്തി. 2016 തെരഞ്ഞെടുപ്പിലാണ് ഒരുപക്ഷെ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും കുറഞ്ഞ ലീഡിന് മുസ്ലിം ലീഗിന്റെ നേതാവ് മഞ്ചേശ്വരത്ത് ജയിക്കുന്നത്. ഒരുപക്ഷെ BJP സ്ഥാനാർത്ഥി കഷ്ടിച്ച് തോറ്റു. ജയിക്കുമെന്ന് ഉറപ്പായ അവസാന നിമിഷം വരെ വന്നിട്ട് കേവലം 89 വോട്ടിന്റെ വ്യത്യാസത്തിനാണ് സുരേന്ദ്രൻ തോറ്റുപോകുന്നത് 2016. അതേ സുരേന്ദ്രന് തീർച്ചയായിട്ടും അടുത്ത തവണ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അല്പം വ്യത്യാസത്തിന്, എന്ന് പറഞ്ഞാൽ ലീഡിലെ അല്പം കൂടി, UDF സ്ഥാനാർത്ഥിക്ക് അല്പം കൂടി 745. അങ്ങനെയാണ് ഇവിടെ ജയിച്ചത്. ഈ മണ്ഡലത്തിൻ്റെ മൊത്തം പ്രത്യേകത എടുക്കുമ്പോൾ ഈ കാലം വരെ മഞ്ചേശ്വരം മണ്ഡലത്തിൽ നടന്ന സ്വതന്ത്ര കേരള രൂപീകരണത്തിന് ശേഷം, സംസ്ഥാന രൂപീകരണത്തിന് ശേഷം നടന്ന 17 തെരഞ്ഞെടുപ്പുകളിൽ 17 തെരഞ്ഞെടുപ്പുകളിൽ 8 തവണയും മുസ്ലിം ലീഗാണ് ഇങ്ങനെ കഷ്ടിച്ചാണ് ജയിച്ചു കയറിയത്. ഒരു പ്രത്യേകത അതാണ്. 8 തവണയും മുസ്ലിം ലീഗ് ജയിച്ചു, 4 തവണ CPI ജയിച്ചു, 2 തവണ CPM ജയിച്ചു, 1 തവണ CPM ജയിച്ചിട്ടുണ്ട്, 1 തവണ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. എല്ലാവരും ജയിച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരിക്കലും ജയിച്ചിട്ടില്ലാത്ത BJPക്ക് എന്നും അവിടെ വിജയസാധ്യതയുമുണ്ട്. അതാണ് ഒരു പ്രത്യേകത. 2, ഒരുപക്ഷെ കേരളത്തിൽ എപ്പോഴും പല തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും നേരിയ ഭൂരിപക്ഷത്തിന് ജയിക്കുന്ന അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് മഞ്ചേശ്വരം. ഉദാഹരണത്തിന് ഈ ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷം കേരള ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 PB അബ്ദുൾ റസാഖ് അന്ന് ജയിക്കുന്നത് 89 വോട്ടിനാണ്. അതുപോലെ തന്നെ 980 തെരഞ്ഞെടുപ്പിൽ CPIയുടെ സുബ്ബറാവു ജയിക്കുന്നത് 156 വോട്ടിനാണ്. അടുത്ത തെരഞ്ഞെടുപ്പിൽ അതേ സുബ്ബറാവു ജയിക്കുന്നത് 163 വോട്ടിനാണ്. എന്ന് വെച്ചാൽ 500 വോട്ടിൽ കുറഞ്ഞ ഭൂരിപക്ഷത്തിന് ഏറെക്കുറെ ഇങ്ങനെ ജയിച്ചുകൊണ്ട്, ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഭൂരിപക്ഷം എത്രയാണ്? AKM അഷ്റഫ് ജയിച്ചത് 745 വോട്ടിനാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മാർജിൻ ജയിക്കുന്ന മണ്ഡലം. 2, BJP 2ാം സ്ഥാനത്ത് വരുന്ന മണ്ഡലം. ഈ പ്രത്യേകതയൊക്കെ ഈ മണ്ഡലത്തിനുണ്ട് എന്നുകൂടിയാണ് നമുക്ക് മഞ്ചേശ്വരം മണ്ഡലത്തെക്കുറിച്ച്. മാത്രമല്ല, പക്ഷേ ഇതിനകത്ത് നമ്മുടെ ഏറ്റവും ഒടുവിൽ നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നോക്കുമ്പോഴും UDF ആ ഒരു മേൽക്കോയ്മ നിലനിർത്തുന്നുണ്ട്. അപ്പോൾ കണക്കിൽ പറയുകയാണെങ്കിൽ ലേശം വ്യത്യാസമൊക്കെ അങ്ങോട്ടേക്ക് വന്നേക്കാം. എങ്കിൽ കൂടിയും ഏതാണ്ട് 20,000-ൽ പരം വോട്ടിൻ്റെ ലീഡ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് അനുസരിച്ച് മഞ്ചേശ്വരത്തിൽ UDF-നുണ്ട്. അവിടെയും നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, LDF അവിടെയും വളരെ
പുറകിലാണ്. അതായത് 46,367 NDAക്ക് കിട്ടുമ്പോൾ 40,413 വോട്ടുകൾ മാത്രമാണ് അവിടെയും LDFന് വീണ്ടും കയറി വരാൻ സാധിക്കാത്തൊരവസ്ഥ ആണ് മഞ്ചേശ്വരത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലും നമ്മൾ കണ്ടത്. ഇനി നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്ന് പറയുന്നത് 1957 മുതലുള്ള ഈ മഞ്ചേശ്വരം മണ്ഡലത്തിലെ വിജയികളെ കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് നമ്മൾ 57 മുതലുള്ള വിജയികളുടെ ആരൊക്കെയായിരുന്നു വിജയികൾ, എത്ര വോട്ടാണ് എന്നുള്ളത് നമ്മൾ നമ്മുടെ ഈ വീഡിയോയ്ക്ക് താഴെ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും നമ്മൾ വാക്കുകൾ എവിടെയെങ്കിലും മിസ് ചെയ്താൽ പോലും അവർക്കത് കണ്ട് മനസ്സിലാക്കാനുള്ള അവസരവും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 57 മുതൽ സുനിജി, ഇപ്പോൾ 1957 ഈ പറഞ്ഞ പോലെ സ്വതന്ത്ര കേരളത്തിലെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ആദ്യ വിജയം എന്ന് പറയുന്നതാണ് ഈ പറയുന്ന ഉമേഷ് ബാബു സ്വതന്ത്രമായിട്ട് മത്സരിച്ചു. ഉമേഷ് ബാബു അല്ലേ. അതിനുശേഷം 1960 ഈ പറയുന്ന ഭണ്ഡാരി അല്ല, ഈ ഭണ്ഡാരിയുടെ ഒരു ചരിത്രം എന്താ പക്ഷേ? ഭണ്ഡാരി അന്ന് ഈ നവകേരളം രൂപീകരിച്ച കാലത്ത് ഈ കാസർഗോഡിന്റെ ഒരു പ്രശ്നം ഈ ഭാഷാ പ്രശ്നമാണ്. സപ്തഭാഷ ആണെങ്കിൽ പോലും അതിൽ മഹാഭൂരിപക്ഷം കന്നഡ മാതൃഭാഷയായിട്ടുള്ള കന്നഡയുണ്ട്, അതിൽ ഈ തുളു ഉണ്ട്, പിന്നെ ഈ ലിപി ഇല്ലാത്ത ഭാഷയുണ്ട്, ബ്യാരി എന്ന് പറയുന്ന ഭാഷയുണ്ട്. അത്തരം ഭാഷകളൊക്കെ ഉണ്ട്. അതാണ് ഈ സപ്തഭാഷ ഭൂമി എന്ന് പറയുന്നത്. പക്ഷെ അതിൽ കന്നഡ വോട്ടർമാർ നിർണായകമാണ്. അന്ന് കന്നഡ ഭാഷ സംസാരിക്കുന്നവർ മത്സരിച്ചാൽ അവർക്കൊരു മുൻതൂക്കം കിട്ടുമായിരുന്നു. അങ്ങനെയാണ് കർണാടക സമിതി എന്ന പേരിലാണ് ഈ മഹാബല ഭണ്ഡാരി ആദ്യം മത്സരിക്കുന്നത്. പിന്നീടാണ് അദ്ദേഹം കോൺഗ്രസിന്റെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഈ ഭണ്ഡാരിക്ക് അവിടെ പേര് വന്നു. അപ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി, ഔദ്യോഗികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി. അടുത്ത തവണ കോൺഗ്രസിനേക്കാൾ നല്ലത്, ഇപ്പോൾ കോൺഗ്രസ് മേൽവിലാസത്തിൽ മത്സരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സ്വതന്ത്ര മേൽവിലാസമാണ് എന്ന രീതിയിൽ അദ്ദേഹം രാഷ്ട്രീയ മേൽവിലാസം ഇല്ലാതെ സ്വതന്ത്രനായിട്ട് അതേ സ്ഥാനാർത്ഥി മത്സരിച്ചു. എന്ന് പറഞ്ഞാൽ ഒരേ മനുഷ്യൻ 3 മേൽവിലാസത്തിൽ, ആദ്യം കർണാടക സമിതിയുടെ പേരിലും പിന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പേരിലും പിന്നെ സ്വതന്ത്രനായിട്ടും മത്സരിച്ച ചരിത്രമാണ് ആദ്യകാലത്തെ ഈ മഞ്ചേശ്വരം മണ്ഡലത്തിനുള്ളത്. അവിടെയും പക്ഷേ ഈ CPM-ഉം CPI-ക്കും ഒക്കെ വ്യക്തമായ സ്വാധീനം ആ മണ്ഡലത്തിലുണ്ട്. അതെ, ഇപ്പൊ M രാമപ്പയാണ് പിന്നീട് മത്സരിച്ച് ജയിച്ചത്. അതായത് 1970 ആദ്യം മത്സരിക്കുന്നത്. പിന്നീട് 7 വർഷം കഴിഞ്ഞ് 77 വീണ്ടും രാമപ്പ തന്നെ CPIയുടെ പ്രതിനിധിയായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതിനുശേഷം 80 നടന്ന തെരഞ്ഞെടുപ്പിൽ CPI ഡോക്ടർ A സുബ്ബറാവുവിനെ അവതരിപ്പിക്കുന്നു. അദ്ദേഹം നിയമസഭാ സാമാജികനാകുന്നു. വീണ്ടും 82 നടന്ന തെരഞ്ഞെടുപ്പിലും ഈ സുബ്ബറാവു CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് വിജയിക്കുന്നു. അതോടുകൂടി ഇടതുമുന്നണിക്കുണ്ടായിരുന്ന ഒരു മേൽക്കോയ്മ ഏതാണ്ട് മഞ്ചേശ്വരം മണ്ഡലം അംഗീകരിച്ചു എന്ന് മനസ്സിലായി. പതുക്കെ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഉണ്ടായിരുന്ന ആ സീറ്റ് അവർ മുസ്ലിം ലീഗിന് കൈമാറുകയാണ്. അതെ, കൗതുകം നിറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? CPM CPI പിളർപ്പ് ഉണ്ടാകുന്നതിന് മുമ്പ്, പിളർപ്പ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഇവർ രണ്ടായി നിന്ന കാലത്താണ് CPIക്ക് നല്ല ലീഡ് കിട്ടിയത്. കാരണം അന്ന് മത്സരിച്ച ഈ രാമപ്പ 1000-ലേറെ 1195 വോട്ടിന് ഒരു തെരഞ്ഞെടുപ്പിൽ, രണ്ടാമത്തേന് 5000-ഓളം വോട്ടിനും ജയിച്ചു. പക്ഷേ CPM-ഉം CPI-യും ഒരു മുന്നണിയിലായിട്ട് മത്സരിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുക നമുക്ക് കൃത്യമായിട്ട് അറിയാം. CPI ഇങ്ങനെ കട്ടിച്ച് ജയിക്കാൻ തുടങ്ങി. 156 വോട്ടിന് 163 വോട്ടിനൊക്കെ ജയിക്കാൻ തുടങ്ങി. അതെ, 87 മുതലാണ് മുസ്ലിം ലീഗ് ആ സീറ്റിൽ ആധിപത്യം ഉറപ്പിക്കുന്നത്. 87 മുതൽ. അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ചർക്കള അബ്ദുള്ള, പ്രത്യേകിച്ച് കാസർഗോഡിന്റെ ഒരു രാഷ്ട്രീയം ഉണ്ടല്ലോ, പഴയ KS അബ്ദുള്ള, സാമ്പത്തികമായും ഒരു പുതിയ മുന്നേറ്റം ഉണ്ടായി. കാസർഗോഡിന് പലതരത്തിലുള്ള വിദേശ ബന്ധങ്ങൾ കൊണ്ടും ഈ പ്രവാസി ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ കൊണ്ട്, പ്രവാസി ബന്ധങ്ങൾ കൊണ്ടൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായി. ആ മുന്നേറ്റത്തിന്റെ ഒരു പ്രതിനിധിയായിട്ടാണ് ചർക്കള അബ്ദുള്ള വന്നത്. ചർക്കള അബ്ദുള്ള ഓർമ്മയുണ്ടല്ലോ, ഹമീദ് അലി ഷംനാടൊക്കെ അവിടുന്ന് MP ആയൊക്കെ ജയിച്ച അതേ കാലത്ത് ചർക്കള അബ്ദുള്ള MLA ആ ആധിപത്യം പിന്നെ 4 തെരഞ്ഞെടുപ്പുകൾ നീണ്ടു. ഏറ്റവും വലിയ ഭൂരിപക്ഷം അദ്ദേഹത്തിന് തന്നെയാണ്. ആർക്കാണ്? അതിനൊരു കാരണം ഞാൻ പറയാം. തീർച്ചയായിട്ടും ചർക്കള അബ്ദുള്ള 1987 തുടങ്ങിയ പടയോട്ടം 87-ലും 91-ലും 96-ലും 2001-ലും വിജയം ആവർത്തിച്ചു. പക്ഷേ 2001-ലാണ് ആ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം. ആ മണ്ഡലം കണ്ട ഏറ്റവും വലിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മൊത്തം വലിയ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഒന്നുമല്ല, 13,000 വോട്ടാണ് ആ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷം. പക്ഷേ അതൊരു കുപ്രസിദ്ധമായ ഭൂരിപക്ഷമാണ്. ആ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിൽ നഗ്നമായ ക്രോസ് വോട്ടിംഗ് നടന്നത്. 2001-ലെ തെരഞ്ഞെടുപ്പിൽ ചർക്കള അബ്ദുള്ള മത്സരിക്കുമ്പോൾ CPM എതിരാളിയായ CPM നമ്പർ ഇട്ട്, കാരണം ഉണ്ട് അന്ന് മാരാർജി ആണ് എതിർ സ്ഥാനാർത്ഥി. അപ്പോൾ വിജയിക്കുമെന്നുള്ള തോന്നലുണ്ടായി. മാരാർജി ജയിച്ചേക്കുമെന്ന് തോന്നിയപ്പോൾ CPM എന്ന് വെച്ചാൽ ഇടതുപക്ഷ മുന്നണി നമ്പർ ഇട്ട് മുസ്ലിം ലീഗിന് വോട്ട് ചെയ്യാൻ പോയ മണ്ഡലമാണത്. അതുകൊണ്ടാണ് അന്ന് ലീഡ് കൂടിയത്. ആ ലീഡ് കൂടിയതിനെ ചരിത്രത്തിലെ ഒരു കൗതുകമായിട്ട് തന്നെ കാണണം നമ്മളെ.
2001 അങ്ങനെ പോയി. പിന്നത്തെ തെരഞ്ഞെടുപ്പിലാണ് ഒരിക്കൽ മാത്രം അവിടെ CPM സ്ഥാനാർത്ഥി ജയിച്ചത്. വീണ്ടും മുസ്ലിം ലീഗ് തിരിച്ചു പിടിക്കുകയാണ് 2011. അന്ന് വന്നത് PB അബ്ദുൾ റസാഖ്. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത വർഷം, അതായത് 2016 ഈ പറയുന്നത്. 2011-ലും 2016-ലും അബ്ദുൾ റസാഖ് വന്നു. അല്ല, 2011 തെരഞ്ഞെടുപ്പിനേക്കാൾ കൂടുതൽ വാശിയും വൈരാഗ്യം വന്ന് 2016. അപ്പോഴാണ് ശക്തമായ ഒരു ത്രികോണ മത്സരം. അങ്ങനെ K. സുരേന്ദ്രൻ അവിടേക്ക് വന്നിറങ്ങുന്നു. 89 വോട്ടിന്റെ വിജയം. അന്നും ഈ പറയുന്നതിന് സമാനമായ രീതിയിൽ വോട്ട് മറിച്ചു നടന്നിരിക്കണം എന്നാണ് സുരേന്ദ്രന്റെ ആരോപണം. ഹൈക്കോടതി വരെ പോയതാണ്. പക്ഷെ വേറൊന്നുണ്ട്, അന്ന് മാരാർജിയോ ഭയപ്പെട്ടിരുന്നത് പോലെ അത്ര എന്തുകൊണ്ടോ ഭയപ്പെട്ടിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചെർക്കുളത്തിന് സാധിച്ചതുപോലുള്ള ക്രോസ് വോട്ടിംഗ് സാധിക്കാനുള്ള അന്തർധാര അന്ന് ശക്തിയായിട്ടുണ്ടാവില്ല. സംഭവിച്ചിരിക്കണം. എന്തായാലും 89 വോട്ടിനാണ് PB അബ്ദുൾ റസാഖ് അവസാനം ജയിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു തവണ MC കമറുദ്ദീൻ പിന്നീട് ഈ ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു എന്ന് മാത്രമല്ല, പിന്നെ സംഭവിക്കുന്ന MC കമറുദ്ദീൻ കുപ്രസിദ്ധമായ അഴിമതി കേസിൽപ്പെട്ട് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അദ്ദേഹം പുറന്തള്ളപ്പെട്ടു. അതാണ് MC കമറുദ്ദീന്റെ. അതിനുശേഷമാണ് AK അഷ്റഫ് എന്ന താരതമ്യേന യുവ നേതാവ് വരുന്നത്. AK അഷ്റഫാണ് ഇപ്പോഴത്തെ MLA 2021 തെരഞ്ഞെടുപ്പിൽ. അതും വലിയ ഭൂരിപക്ഷമൊന്നുമില്ല, 1000-ൽ താഴെയാണ്. 745 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ഇപ്പൊ ജയിച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് മഞ്ചേശ്വരത്തിന്റെ ഒരു സാധ്യത എന്താണ് എന്ന് ചോദിച്ചാൽ 3 മുന്നണികൾക്കും സാധ്യതയുണ്ട്. കേരളത്തിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരങ്ങളിൽ ഒന്ന് നടക്കുന്നത് മഞ്ചേശ്വരമാണെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. പക്ഷെ അത്ഭുതകരമായ ഒരു കാര്യം, എന്നോ മനസ്സ് വെച്ചിരുന്നെങ്കിൽ, ഇപ്പൊ BJP നടത്തുന്ന ഒരു കേന്ദ്രീകൃത പ്രവർത്തനം എന്നോ മനസ്സ് വെച്ച് നടത്തിയിരുന്നെങ്കിൽ എന്നോ പിടിക്കാമായിരുന്ന ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം എന്ന് BJP-ക്കാർ ഓർക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ ഇന്നത്തെ ഒരു അവസ്ഥയ്ക്കുള്ള വിത്ത് പാകിയത് ഒരു അർത്ഥത്തിൽ മാരാർജിയായിരുന്നു. അതേപോലെ തന്നെ AK ഗോരൻ ഉൾപ്പെടെ ആൾക്കാർ, വളരെ തലയെടുപ്പുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു. ചുരുക്കത്തിൽ എല്ലാ മുന്നണികൾക്കും ഒരു വളക്കൂറുള്ള മണ്ണ് തന്നെയാണ് ഇപ്പോഴും. പണ്ട് മുതലേ നമ്മൾ ഇടക്കാലത്ത് കേട്ടിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഉറച്ച കോട്ടയാണ് കാസർഗോഡ് എന്ന് കേട്ടിരുന്നത്. AK ഗോപാൽ ഉള്ളത് കൊണ്ടും ഭാര്യയുടെ മത്സരം ഇതൊക്കെ കൊണ്ടായിരിക്കാം. പക്ഷെ പിന്നീടാണ് BJP-ക്ക്, ഈ മാരാർജിയുടെ കാലം മുതൽ BJP-ക്ക് അവിടെ ശക്തി ഉണ്ടായിരുന്നെന്നും അവിടെ അവർ വോട്ട് വിഹിതം വർദ്ധിപ്പിച്ച് വരുന്നു മനസ്സിലായി. ഇത് അപകട മണത്തോടുകൂടി LDF UDF ഒന്നിക്കുന്ന സാഹചര്യമുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മറ്റു മണ്ഡലങ്ങളിൽ നിന്ന് മഞ്ചേശ്വരത്തെ വേറിട്ട് നിർത്താന്ന് പറഞ്ഞൂടെ? ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു സാധ്യത ഒരു പക്ഷേ ഈ UDF-ഉം LDF-ഉം ചേർന്നിട്ട് BJP-യെ ഒന്ന് ക്രോസ് വോട്ടിംഗ് ചെയ്ത് തോൽപ്പിച്ച് കളയാമെന്ന തരത്തിലുള്ള ഒരു വികാരം ഇപ്പൊ കേരളത്തിലില്ല. അത് ഒരു സാധ്യതയാണ്. അത് ആർക്ക് ഗുണകരമായി തീരും എന്നൊക്കെ ആലോചിക്കേണ്ടതാണ്. ഒരു പക്ഷേ മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള അന്തർധാരകൾ അവിടെ അന്തർഭവിക്കുമോ എന്നും വേണം കാത്തിരിക്കാൻ. കാരണം വേണമെങ്കിൽ ഒരു മണ്ഡലത്തിൽ BJP ജയിച്ചു കൊള്ളട്ടെ എന്നെങ്ങാനും ഇടതുപക്ഷം വിചാരിക്കുന്ന മട്ടിലുള്ള ഒരു അന്തർധാര ഉണ്ടെങ്കിൽ ആർക്കാണ് ക്രോസ് വോട്ടിംഗ് ചെയ്യേണ്ടത് എന്നൊക്കെ തീർച്ചയായിട്ടും ആ മണ്ഡലക്കാർ തീരുമാനിക്കുമായിരുന്നു. ഏതായാലും നമ്മൾ ഈ മണ്ഡലത്തെക്കുറിച്ചുള്ള വിശകലനം അവസാനിപ്പിക്കും മുമ്പ് ഒരിക്കൽ കൂടി നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടിംഗ് പെർസെൻറ്റേജ് സാധാരണഗതിയിൽ നിയമസഭയിൽ കാണുന്നതിലും വലിയൊരു അന്തരം ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ കൂടി നമുക്കത് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് സൂചിപ്പിച്ചാൽ നന്നായിരിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്ന ആ നേരിയ ശതമാനവും 89,745, പിന്നെ പോളിംഗ് പെർസെൻറ്റേജ്. അതെ, പെർസെൻറ്റേജ് അന്ന് ഈ കഴിഞ്ഞ ഏറ്റവും ഒടുവിലത്തെ 2016 തെരഞ്ഞെടുപ്പിൽ അന്ന് UDF സ്ഥാനാർത്ഥിയായിരുന്ന PB അബ്ദുൾ റസാഖിന് കിട്ടിയ വോട്ട് 35.79%. 5 കൊല്ലം കഴിഞ്ഞ് 2021 അവർക്ക് പക്ഷേ 3% വോട്ട് വർദ്ധിപ്പിച്ചിട്ട് 38.14% വോട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ കൂടിയ വോട്ടും പോളിംഗിലെ 1% വർധനവും കൂട്ടിയിട്ട് 9,000 വോട്ട് കൂടിയിട്ടുണ്ട്. പക്ഷേ ആ 9,000 വോട്ട് കൂടിയപ്പോൾ അത്ര തന്നെ 9,000 വോട്ട്, അതേ 9,000 വോട്ട് BJP സ്ഥാനാർത്ഥി K. സുരേന്ദ്രനും കൂടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നെക്ക് ആൻഡ് നെക്ക് ഒപ്പത്തിനൊപ്പം നിന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കൂടി, പോളിംഗ് ശതമാനം എത്ര കൂടും, ആ കൂടുന്നതിൽ BJP-ക്ക് എത്ര, UDF-ന് എത്ര എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഒപ്പം ഇടതുപക്ഷം എന്തെടുക്കുന്നു എന്ന ചോദ്യവും, അവർ കൂട്ടുമോ കുറക്കുമോ. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾക്കിടയിൽ കാണുന്നത് ഇടതുപക്ഷം അവരുടെ വോട്ട് ബാങ്കിൽ നിന്ന് 2,000 വോട്ട് നഷ്ടപ്പെടുത്തി എന്നാണ്. ആർക്ക് പോയി എന്ന് പരിശോധിക്കേണ്ടത് അവരാണ്, തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്ന് നോക്കേണ്ടത് അവരാണ്, ഇനി അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുമോ എന്നും പരിശോധിക്കേണ്ടത് അവരാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യം കൂടെ നോക്കണം. കഴിഞ്ഞ 10 വർഷത്തിന് മുമ്പ് CPM-ന്റെ ഏറ്റവും വിശ്വസ്തമായ കോട്ടകളിൽ ഒന്നായിരുന്നു
കാസർഗോഡ് ലോക്സഭാ മണ്ഡലം. അവിടെ CPM സ്ഥാനാർത്ഥി നിന്ന് ജയിക്കുമെന്നുള്ള കാര്യം അതുകൊണ്ട് 100% ഉറപ്പാണ്. അവിടേക്കാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ എന്ന് പറയുന്ന തെക്കൻ ജില്ലക്കാരനായ ഒരു നേതാവിനെ കോൺഗ്രസ് പരീക്ഷിക്കുന്നത്. 10 വർഷമായിട്ട് അദ്ദേഹമാണ് അവിടെ MP എന്നുള്ളത് ഒക്കെ തന്നെ വളരെ 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞ് രണ്ടാമത്തെ ടൈമിലേക്ക് എത്തിപ്പെട്ടു എന്നുള്ളത് തന്നെ വളരെ പോസിറ്റീവായിട്ട് കോൺഗ്രസ് അല്ലെ UDF കാണുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ആശ്വസിക്കാവുന്ന ഒരു കാര്യം, അത് ഒരു ഉണ്ണിത്താൻ പ്രതിഭാസമാണ്. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമേ അദ്ദേഹത്തിന് പോലും അത് ആവശ്യമുള്ളൂ, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് പോലും അത് ഉണ്ടാവില്ല. അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ണിത്താനെ ഭയപ്പെടാതെ അവരുടെ വോട്ട് ബാങ്ക് ശക്തിപ്പെടുത്താനും സ്വന്തം സ്ഥാനാർത്ഥിയെ, ഏറ്റവും പ്രബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് വോട്ട് നേടാനും ശ്രമിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അത്ഭുതങ്ങൾ നടക്കാം. എന്തായാലും വരും ദിനങ്ങളിൽ തെരഞ്ഞെടുപ്പ് ചൂട് വല്ലാതെ കയറും. അതിനു മുമ്പായി തന്നെ നമ്മുടെ പ്രേക്ഷകർക്ക് ABC ഒരിക്കൽ കൂടി പറയുന്നു, ABC മലയാളം കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് 140 മണ്ഡലങ്ങളിലും UDF-നാണോ LDF-നാണോ NDA-ക്കാണോ വിജയസാധ്യത എന്ന് ഇലക്ഷന് മുമ്പ് പ്രവചിക്കാനുള്ള അവസരമുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വിജയപ്രവചനം നടത്തുന്നത് അല്ലെങ്കിൽ എക്സിറ്റ് പോൾ നിർണ്ണയിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരാണ്. ആര് വിജയിക്കുമെന്ന് പ്രഖ്യാപിക്കാനും ആര് വിജയിക്കുമെന്ന് ഊഹിച്ച് പറയാനും ഉള്ള അവകാശം തീർച്ചയായിട്ടും പ്രേക്ഷകർക്കാണ്. അത് പ്രേക്ഷകർക്ക് മുമ്പിൽ തുറന്നു വെക്കുന്നു അങ്ങനെ ഒരു കവാടം. അതാണ് ഈ ജാലകത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ കമൻറ്റ് ബോക്സിൽ എത്രയും വേഗം വന്ന് പ്രേക്ഷകർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. 2026 കേരളത്തിൽ ആര് ജയിക്കും? ABC മലയാളം ഒരുക്കുന്ന ജനകീയ പോളിംഗിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വോട്ട് ചെയ്യാം. ദയവായി നിങ്ങൾ പോളിൽ പങ്കെടുത്തതിന് ശേഷം ആ ലിങ്ക് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കേരളം 2026 ആര് ഭരിക്കുമെന്ന് നിങ്ങൾക്ക് പ്രവചിക്കാനുള്ള അവസരം നിങ്ങൾ വിനിയോഗിക്കുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.